ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഒരു അടിപൊളി എയർ പമ്പാണ്. അതായത് നമ്മളെ ബലൂണൊക്കെ കാറ്റടിക്കാൻ പറ്റിയൊരു അടിപൊളി എയർ പമ്പാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നിർമ്മിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു PVC പൈപ്പാണ്. ആ ഒരു PVC പൈപ്പിൻ്റെ പകുതി ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പെയിൻറ്റ് കൊടുക്കാം. പെയിൻറ്റ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു PVC പൈപ്പ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു സ്വിച്ച് വെക്കാൻ പാകത്തിൽ നമുക്കിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നൈഫ് വെച്ചോ അല്ലെങ്കിൽ സോൾഡറിങ് ആണൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് ഈ ഒരു പേനയുടെ ഫ്രെയിം. ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ചെറിയ പീസ് നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ നമ്മൾ ഓക്സിജന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്യൂബാണ്. ഈ ട്യൂബിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ ഇവിടെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ 2 ലെഗ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു വയറ് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ലെഗിൻ്റെ കണക്ഷൻ വരുന്നത് നമ്മുടെ കണക്ടറിൻ്റെ ഈ ചുവന്ന വയറാണ് നമ്മൾ ആ ഒരു സ്വിച്ചിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്വിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു വയർ നമ്മൾ മറ്റേ ഭാഗത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു വയർ ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കണക്ടർ സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ചെറിയൊരു പീസാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ആ ഒരു കണക്ടർ സെറ്റ് ചെയ്യാൻ ഭാഗത്തിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഹോളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണക്ടർ അവിടെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പം ആ ഒരു കണക്ടർ നമ്മളവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഈ ഒരു ഇതിൻ്റെ കണക്ഷനാണ്. കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് വയർ ഡയറക്റ്റായിട്ട് ആ മോട്ടറിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പം വലിയൊരു വയർ നമ്മൾ അതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വലിയ വയർ അപ്പുറത്തോട്ട് മറ്റേ വയറിനെ പോലെ ഇട്ട് കൊടുക്കാം. ആ ഒരു ചുവന്ന വയർ നമ്മൾ സ്വിച്ചിൻ്റെ ലെഗിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് പിരിച്ച് വെച്ചിട്ട് ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോം ഷീറ്റ് അവിടെ ടൈറ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ ഗമ്മൊക്കെ ഒട്ടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളിവിടെ ഈ ഒരു ഫോം ഷീറ്റ് നിർത്തിയിട്ടുള്ളത്. ഫോം ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസായാലും മതി. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള 2 വയറാണ് വരുന്നത്. ഈ ഒരു വയറിൽ നമ്മൾ ഈ ഒരു മോട്ടർ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോട്ടറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഇലക്ട്രിക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഒരു മോട്ടർ വടിക്കുന്നുള്ളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ട്യൂബ് ആ ഒരു മോട്ടറിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് കൂടെ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോം ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പം ആ ഒരു ഫോം ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ എന്ത് ചെയ്യാം, നമുക്കവിടെ ഗമ്മൊട്ടിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പോരാത്ത രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം.
അപ്പോൾ നമ്മളെ വർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ മൊബൈൽ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കണക്ടറാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബലൂൺ കാറ്റ് നിറയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു സ്വിച്ച് ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു മോട്ടർ ഓൺ ആവുന്നത്. അപ്പം ആ ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബലൂണിൽ കാറ്റ് നിറയുന്നതും ബലൂൺ വലുതായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.